ഹായ് ചക്കരകളെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും സന്തോഷമായിട്ട് ഇരിക്കുന്നു വിചാരിക്കണം. നമ്മളും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞിട്ടുള്ള കുറേ റെസിപ്പികളും കാര്യങ്ങളും എല്ലാം നമ്മൾ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു, ഓരോ വീഡിയോ ആയിട്ട് കേട്ടോ. അപ്പോൾ ഇനി എന്തെങ്കിലും നമ്മൾ ചെയ്യാൻ വിട്ടിട്ടുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് പറഞ്ഞാൽ മതി, ഞാൻ ഇനി അടുത്ത വീഡിയോ ആയിട്ട് അത് ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്കിനി എന്നെക്കുറിച്ച് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്താൽ മതി, അതും നമ്മളൊരു സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും നല്ലപോലെ തന്നെ ക്രിസ്മസ് ആഘോഷിച്ചു എന്ന് വിചാരിക്കണം. അതുപോലെ തന്നെ ന്യൂ ഇയറും എല്ലാവർക്കും നല്ലപോലെ തന്നെ ആഘോഷിക്കാനും ഇനിയുള്ള പുതുവർഷം നല്ല രീതിക്ക് തന്നെ അവരവരുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട പോലെ തന്നെ ആവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ല ദിവസം നേരുന്നു. അപ്പോൾ ഇനി എന്തെങ്കിലും റെസിപ്പികളോ ഇനി എന്തെങ്കിലും വീഡിയോസോ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ ഓരോ വീഡിയോ ആയിട്ട് അതും ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ റെസിപ്പികളൊന്നും കാണിക്കുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ പോയിന്റിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ രണ്ട് കാര്യങ്ങൾ കൊണ്ട് ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് വരുത്താൻ പറ്റും കേട്ടോ. അപ്പോൾ ആ രണ്ട് കാര്യങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യുന്നത്. അതിൽ നമ്മൾ രണ്ട് കാര്യങ്ങളെന്ന് പറയുമ്പോൾ മാറ്റേണ്ടതും മാറാൻ വേണ്ടിയിട്ടും അങ്ങനെ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിലും നമ്മൾ 4 പോയിൻ്റായിട്ട് അങ്ങനെ ഒരു 8 പോയിൻ്റാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അത് ചില കാര്യങ്ങൾ മാറ്റിയാൽ മാത്രമേ നമ്മുടെ ജീവിതം നല്ല സന്തോഷമായിട്ട് മുന്നോട്ട് പോകുള്ളൂ കേട്ടോ. അങ്ങനെ നമുക്ക് പറ്റാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റുകയും അതിൽ ഇതുവരെ നമ്മൾ ചെയ്യാത്ത ശീലങ്ങളും കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളുകയും ചെയ്താൽ മാത്രമേ ഇനിയുള്ള ജീവിതമെങ്കിലും നല്ല സന്തോഷമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഒരേ തരത്തിൽ തന്നെ നമ്മൾ ജീവിച്ച് പോവുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരു മാറ്റവും ഉണ്ടാവില്ല, ഒരു സന്തോഷം ഉണ്ടാവില്ല, അതുപോലെ തന്നെ ഒരു സുഖവും ഉണ്ടാവില്ല. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ കുറച്ച് ചേഞ്ച് വരുത്തി നോക്കണം കേട്ടോ. അപ്പോഴാണ് ഒന്നുകൂടെ ഒന്ന് പെർഫെക്റ്റ് ആകുള്ളൂ. ഇല്ല നമ്മൾ ഒരേ തരത്തിൽ തന്നെ പോവുകയാണെങ്കിൽ നമ്മുടെ ജീവിത രീതിക്കും ജീവിതശൈലിക്കും ഒന്നും ഒരു വ്യത്യാസം ഉണ്ടാവില്ല കേട്ടോ. പിന്നെ നല്ല നല്ല കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടും ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടും നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ എന്നും പറയുന്നത് പോലെ തന്നെ പ്രാർത്ഥന, നിത്യേനയുള്ള പ്രാർത്ഥന നമുക്ക് ഒരുപാട് ഗുണവും അതുപോലെ ഫലവും ചെയ്യും കേട്ടോ. എത്ര കഠിനമായ കാര്യങ്ങളിൽ നിന്നും നമ്മൾക്ക് വിജയിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് പ്രാർത്ഥന വളരെ അത്യാവശ്യമാണ്. അപ്പോൾ അതെല്ലാവരും മുടങ്ങാതെ തന്നെ അവനവൻ്റെ രീതിക്ക് ചെയ്യുന്നത് വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ മാറ്റേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അതുപോലെ മാറേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ മാറ്റേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ മാറ്റേണ്ട കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ 4 പോയിൻ്റ് പറയുന്നുണ്ട്. അപ്പോൾ അതാദ്യം എന്താണെന്ന് നമുക്ക് നോക്കാം അല്ലേ. കയ്പ്പ് നിറഞ്ഞ നമ്മുടെ പഴയ കാര്യങ്ങൾ ജീവിതത്തിൽ നിന്ന് തുടർച്ച് തന്നെ മാറ്റണം കേട്ടോ. അതാണ് നമ്മുടെ ഒന്നാമത്തേത്. അപ്പോൾ നമ്മൾ പഴയ കാര്യങ്ങൾ ഓർത്തോർത്തിരിക്കുകയാണെങ്കിൽ പുതിയ കാര്യങ്ങൾ ചെയ്യാനുള്ള നമുക്ക് മനഃശക്തി കുറയുകയും അതിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരുപാട് വിഷമമാവുകയും ചെയ്യും കേട്ടോ. ഈ പഴയ കാര്യങ്ങൾ തന്നെ ആലോചിച്ച് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പുതിയതായിട്ട് തുടങ്ങാൻ വളരെ വിഷമമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കയ്പ്പ് നിറഞ്ഞ ജീവിതം, പഴയ ജീവിതം നമ്മുടെ ജീവിതത്തിൽ നിന്ന് തീർത്തും നമ്മൾ ഒഴിവാക്കുക. ഇനി ഒരിക്കലും അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാതെ പുതിയതായിട്ട് ഇനി എന്ത് നമുക്ക് ചെയ്യാം, ഇതിന് എന്ത് മാറ്റം വരുത്താം എന്നുള്ള ചിന്തകളോടുകൂടി വേണം നമ്മൾ നമ്മുടെ ജീവിതം തുടങ്ങാൻ വേണ്ടിയിട്ട്. ഏതായാലും ഇപ്പോൾ പുതുവർഷമൊക്കെ ആകാൻ പോകുമല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കൂടെ നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളിച്ചിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് പുതുവർഷം ഒന്നുകൂടെ നല്ല എന്താ പറയുക നമ്മുടെ സന്തോഷത്തോടു കൂടി ജീവിക്കാൻ വളരെ ഉപകാരപ്പെടും കേട്ടോ. ഇനി നമ്മൾ രണ്ടാമത്തെ കാര്യം പറയുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ ഒരുപാട് സങ്കടവും ദുഃഖവും വിഷമവും തന്ന ആൾക്കാരുണ്ടാവില്ലേ, അവരെ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. എന്താ പറഞ്ഞാൽ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അവരായ കാര്യം നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ട് നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടാകും, നമുക്ക് ഓർമ്മയുണ്ടാവില്ലേ. അപ്പോൾ നമ്മൾ എപ്പോഴും നമുക്ക് അവരെ ആലോചിച്ചിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ നമ്മൾക്ക് ഇത്രയും കഷ്ടപ്പാട് തന്നിട്ട് നമ്മൾ അവരെ മാത്രം ഇങ്ങനെ ആലോചിച്ച് അവരായ കാര്യം നമുക്ക് ഇത്രയും കഷ്ടപ്പാട് വന്നു നമ്മൾ ആലോചിച്ച് അങ്ങനെ തന്നെ നമ്മുടെ ജീവിതം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകും. പക്ഷേ എന്നാലും നമുക്ക് ഇത്രയും വിഷമങ്ങളും സങ്കടങ്ങളും ഉണ്ടാക്കി തന്നവരോ സുഖമായിട്ട് ജീവിക്കുന്നുണ്ടാകും കേട്ടോ. അവർക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല, അവരിതിനെക്കുറിച്ച് യാതൊരു ചിന്തയില്ല. ഇനി അടുത്തവരെ എങ്ങനെ ഇതുപോലെ ഉപദ്രവിക്കുക എന്നുള്ള ചിന്തയിലായിരിക്കും കേട്ടോ അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് അവരെക്കുറിച്ചൊന്നും ചിന്തിക്കാതെ ഇനിയുള്ള കാര്യത്തിന് വേണ്ടി നമ്മൾ പ്രയത്നിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ.
ഇനി നമ്മൾ പറയുന്നത് മൂന്നാമത്തെ ടിപ്സാണ് കേട്ടോ. അപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ ഇങ്ങനെ വരുന്നത് നെഗറ്റീവ് ചിന്തകൾ കൊണ്ടാണ് കേട്ടോ. അപ്പം നമുക്ക് എപ്പോഴാണോ ഈ നെഗറ്റീവ് ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് കയറി കൂടുന്നത്, ആ സമയം നമ്മൾ എവിടെയാണോ ഇരിക്കുന്നത് അവിടെ നിന്ന് എണീറ്റതിന് ശേഷം നമുക്ക് എന്തൊക്കെ ചെയ്യാനുണ്ട് പറഞ്ഞാൽ ആ ജോലികളിലേക്ക് മുഴുകുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. അല്ലാണ്ട് നമ്മൾ നെഗറ്റീവ് ചിന്തകൾ വരും തോറും അതിനെ ഒരുപാട് ആലോചിച്ച് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകുന്ന പാതയിൽ ഒരുപാട് ദുർഘടമായിരിക്കും കേട്ടോ. അതുകൊണ്ട് ഒരിക്കലും നമുക്ക് നെഗറ്റീവ് ചിന്തകൾ വരുന്ന സമയത്ത് നമ്മൾ അതിനെ ഒരുപാട് പ്രോത്സാഹിപ്പിച്ച് നമ്മുടെ മനസ്സിനെ ഒരുപാട് ചിന്തകളിലേക്ക്, ആവശ്യമില്ലാത്ത ചിന്തകളിലേക്ക് കൊണ്ട് ഇരുത്താൻ നോക്കാതെ അതിൽ നിന്ന് നമ്മൾ വ്യത്യസ്തമായിട്ട് വേറെന്തെങ്കിലും ചെയ്യാൻ കൂടി ശ്രമിക്കണം കേട്ടോ. എന്നാൽ മാത്രമേ നമുക്ക് വിജയം ഉണ്ടാവുള്ളൂ. ഇനി നമ്മൾ പറയുന്നത് നാലാമത്തെ ടിപ്പാണ് കേട്ടോ. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് വലിയ വിഷമങ്ങളൊക്കെ നമ്മൾ അനുഭവിച്ചിട്ടുണ്ടാകും കേട്ടോ. പക്ഷെ അതൊരിക്കലും നമ്മൾ മറ്റുള്ളവരോട് പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. അത് നമ്മുടെ തലയിൽ നമ്മൾ ഇന്നതൊക്കെ അനുഭവിക്കണമെന്ന് ദൈവം എഴുതിയിട്ടുണ്ടാവില്ലേ, അതെല്ലാം നമ്മൾ അനുഭവിച്ചാൽ മാത്രമേ അടുത്ത നല്ല കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ജീവിതം നമുക്ക് ശരിയാവുകയുള്ളൂ കേട്ടോ. അപ്പം നമുക്ക് എന്ത് തടസ്സങ്ങൾ വന്നാലും അതിനൊക്കെ ഒരു പോംവഴി ഉണ്ടാകും. ഭഗവാന്മാർക്ക് കൂടെ ഒരുപാട് കഷ്ടകാലങ്ങൾ പിടിച്ച സമയങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതെല്ലാം അങ്ങനെയാണ്. എല്ലാവർക്കും അതിൻ്റേതായ കഷ്ടകാലങ്ങളും നല്ല കാലങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. നമ്മൾ അത് തന്നെ ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ടുള്ള ജീവിതത്തിന് ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അനുഭവിച്ച വിഷമങ്ങളെല്ലാം തൽക്കാലത്തൊന്ന് മാറ്റിവെച്ച് ഇനിയുള്ള ബാക്കി കിടക്കുന്ന നമ്മുടെ ജീവിതത്തിന് വേണ്ടിയിട്ട് നമ്മളതെല്ലാം മാറ്റി മുന്നോട്ട് പോകുന്നതാണ് വളരെ നല്ലത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റേണ്ടത്. ഇനി മാറാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നാണ് കേട്ടോ നമ്മൾ പറയുന്നത്. അതിൽ നമ്മളൊരു 4 ടിപ്സ് നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇത്രയും കുറേ വീഡിയോസ് നമ്മുടെ ചാനലിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മുടെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലും നമുക്കറിയാവുന്ന കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ നമ്മൾ പറയുന്നത്. അല്ലാണ്ട് നമുക്ക് അത് ഒരുപാട് സാഹിത്യപരമായിട്ടോ അല്ലാണ്ട് ഒരുപാട് എന്താ പറയുക വേറെ രീതിക്കൊന്നും നമുക്ക് പറയാനറിയില്ല. എനിക്ക് പറയാനറിയുന്ന രീതിക്കും അതുപോലെ നമ്മൾ അനുഭവിച്ച കാര്യങ്ങളും നമ്മൾ നമ്മുടെ ജീവിതത്തിലും വരുത്തിയിട്ടുള്ള മാറ്റങ്ങളും നമ്മൾ ഇപ്പോൾ ജീവിക്കുന്നത് പഴയ കാലം നമ്മുടെ ജീവിതം അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒരുപാട് കടന്നു പോയി ഒരുപാട് അനുഭവിച്ച കാര്യങ്ങളാണ് കേട്ടോ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നത്. അല്ലാണ്ട് ഒരുപാട് എന്താ പറയുക സാഹിത്യകാരന്മാരെ പോലെയും ഒരുപാട് കവിതകൾ എഴുതുന്നവരെ പോലെയും അങ്ങനെയൊന്നും പറയാൻ നമുക്കറിയില്ല. നമുക്ക് ഇങ്ങനെ പറയാൻ അറിയുന്നത് പോലെ നമ്മൾ അനുഭവങ്ങൾ ആണ് ഏറ്റവും വലിയ ഗുരു എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ. അപ്പോൾ അതാണ് കേട്ടോ നമ്മൾ പറയുന്നത്. അപ്പോൾ ഒരുപാട് നമ്മൾ അനുഭവിക്കുന്ന സമയത്ത് ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അതുപോലെ നമ്മൾ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പറഞ്ഞു തരണം. അതുപോലെ തന്നെ നമ്മൾ പറയുന്നത് ശരിയാണെന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ പ്രാപ്തമാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ നമ്മുടെ ഇങ്ങനെയുള്ള വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മോട്ടിവേഷൻസ് ഒക്കെ കിട്ടുന്നുണ്ടെങ്കിൽ ഒക്കെ ഒരു കമൻറ്റ് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക നിങ്ങളുടെ കമൻറ്റ് ഇങ്ങനെ പോസിറ്റീവായിട്ട് നമുക്ക് വരുമ്പോഴല്ലേ ഇനിയും നല്ല കാര്യങ്ങളും അതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മാറ്റിയിട്ടുള്ള കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഇനി പറയുന്നത് മാറാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നാണ് കേട്ടോ. അതിലൊരു 4 ടിപ്സ് കൂടെ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ പഴയ കാലം അതൊരിക്കലും ഇനി നമ്മുടെ ജീവിതത്തിൽ തുറക്കാതിരിക്കാൻ നോക്കുക കേട്ടോ. ആ ഒരു നോട്ട്ബുക്ക് അത് അടഞ്ഞ ഒരു പുസ്തകമായി തന്നെ അങ്ങനെ ഇരുന്നോട്ടെ. അത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എടുത്തിങ്ങനെ തുറന്ന് നോക്കുമ്പോഴാണ് അത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നത് കേട്ടോ. അടഞ്ഞത് ഒരിക്കലും നമ്മൾ തുറക്കാൻ നിൽക്കരുത്. നല്ല കാര്യങ്ങളാണെങ്കിൽ മാത്രമേ നമ്മൾ തുറന്ന് നമ്മൾ വീണ്ടും അത് നോക്കി അത് ശരിയാക്കേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. ഇത് നമുക്ക് ചിലപ്പോൾ ആ തുറന്നത് നമുക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളും അങ്ങനെയുള്ള നെഗറ്റിവിറ്റിയും നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരിക്കലും ചെയ്യരുത് കേട്ടോ. ഇനി നമ്മൾ പറയുന്നത് രണ്ടാമത്തെ ടിപ്സാണ് കേട്ടോ. നമ്മൾ എവിടെയാണോ തോറ്റത് അവിടെ നിന്ന് തുടങ്ങുമ്പോഴാണ് ഒന്നുകൂടെ ശക്തിയായിട്ടും ഒന്നുകൂടെ ഊർജ്ജസ്വലമായിട്ടും നമ്മുടെ ജീവിതം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ ഒരു കാര്യം കൂടെ നമ്മൾ പറയാമല്ലോ, ജീവിതത്തിൽ നമ്മൾ ഇടയ്ക്ക് തോൽക്കുന്നത് വളരെ വളരെ നല്ലതാണ്. എന്താ പറഞ്ഞാൽ കുട്ടികൾ നമ്മൾ നടക്കാൻ പഠിക്കുമ്പോൾ കുട്ടികൾ വീണിട്ടല്ലേ നടക്കുക. അപ്പോൾ വീണ് നടന്നാൽ മാത്രമേ ശരിയായ പാതയിലൂടെ ശരിയായ നേർത്ത വഴിയിലൂടെ നമുക്ക് നടക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തോറ്റത്
ഒരിക്കലും നമ്മൾ വിഷമിച്ചിട്ട് കാര്യമില്ല. തോൽക്കുന്ന ഒരു ഭാഗ്യമായി കരുതുന്ന ഒരാളാണ് കേട്ടോ ഞാൻ. എന്താ പറയുക, തോൽക്കുന്നിടത്ത് നിന്ന് മാത്രമേ നമുക്ക് വിജയത്തിൻ്റെ പാത നീണ്ടു നിവർന്ന് കിടന്ന് കിട്ടുകയുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തോറ്റിടത്ത് നിന്ന് വേണം നമ്മുടെ പുതിയ ജീവിതം നമ്മൾ ആരംഭിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. വീണ് കിടന്ന് കഴിയുമ്പോഴാണ് നമ്മൾ എന്തൊക്കെ സുഖങ്ങളും ദുഃഖങ്ങളും നമ്മൾ അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ള ഓർമ്മ കൂടെ നമ്മുടെ മനസ്സിൽ വരികയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തോറ്റിടത്ത് നിന്ന് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് കരുത്തോട് കൂടിയിട്ട് മുമ്പോട്ടുള്ള ജീവിതം നമുക്ക് കൊണ്ടുപോകാൻ വളരെ സാധിക്കും കേട്ടോ. ഇനി നമ്മൾ പറയുന്നത് മൂന്നാമത്തെ ടിപ്സാണ്, തോൽപ്പിച്ചവരുടെ മുന്നിൽ. നമ്മളിപ്പോൾ ഒരുപാട് പേര് നമ്മൾ ജീവിതത്തിൽ നന്നായി കാണുന്നത് തീരെ ഇഷ്ടമില്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പോൾ അവരുടെ മുന്നിൽ നല്ല പോലെ തല ഉയർത്തി പുഞ്ചിരിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ പഴയ കാല ജീവിതം മറക്കുകയും പുതിയ കാലത്തിന് വേണ്ടി നമ്മൾ എന്തെല്ലാം ചെയ്യണം എന്നുള്ള ഒരു പ്ലാനിങ്ങോട് കൂടിയിട്ട് വേണം നമ്മൾ ജീവിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പം നമ്മൾ കൂടുതലായിട്ടും തോറ്റു പോകണം, അതുപോലെ ഒരിക്കലും അവർക്കൊരു നല്ല കാലം ഉണ്ടാവരുത് എന്നൊക്കെ ചിന്തിക്കുന്ന ഒരുപാട് മനുഷ്യന്മാർ നമ്മുടെ ഇടയിൽ ഉണ്ടാവില്ലേ. പുറമേ അവർ ചിരിച്ചു കാട്ടി വർത്തമാനം പറഞ്ഞാലും പക്ഷേ അവരുടെ ഉള്ളിനുള്ളിൽ നമ്മൾ നേരായിരിക്കുന്നത് അവരൊരിക്കലും സഹിക്കില്ല. അതിനൊക്കെ ഏറെക്കുറെ ഇപ്പൊക്കെ മാറ്റം വന്നു എന്ന് വിചാരിക്കണം, എന്നാലും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അവരുടെ മുന്നിൽ നമ്മൾ പൂർവാധികം ശക്തിയോടെ തന്നെ വേണം കേട്ടോ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. ഇനി ഒരിക്കലും നമുക്ക് പഴയ പോലെ പറ്റിയ തെറ്റ് ഇനി ജീവിതത്തിൽ പറ്റില്ല എന്നുള്ള വിശ്വാസത്തോടു കൂടി വേണം കേട്ടോ നമ്മൾ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ അടുത്തതായിട്ട് പറയുന്നത്, നമ്മൾ ഒരിക്കലും നമ്മുടെ പഴയ കാര്യങ്ങൾ ഓർത്തിട്ട് വിഷമിക്കില്ല എന്ന് തീർത്തും നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു സത്യം തന്നെ ചെയ്തെടുക്കണം കേട്ടോ. പഴയ കാര്യങ്ങൾ ഓർക്കുമ്പോഴാണ് നമുക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റാത്തത് കേട്ടോ. അത് നമ്മളെ ഒരുപാട് തളർത്തിക്കളയും, നമ്മളെയും നമ്മുടെ മനസ്സിനെയും നമ്മുടെ ജീവിതത്തിനെയും ഒരുപാട് തളർത്തിക്കളയും. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും പഴയ ജീവിതം ഇനി ഒരിക്കലും ഓർക്കില്ല. അപ്പോൾ നമ്മൾ പുതിയതായിട്ടുള്ള കാര്യങ്ങൾ സ്വപ്നം കാണാനും അതിൽ എന്തെല്ലാം കാര്യങ്ങൾ മാറ്റം വരുത്താമെന്നുള്ള സ്വപ്നം കാണാനും ആ സ്വപ്നപാതയിലൂടെ വേണം ഇനിയുള്ള നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കേട്ടോ. അപ്പോൾ ഒരിക്കലും വേണ്ടാത്ത കാര്യങ്ങൾ, അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നെഗറ്റീവ് കൊണ്ടുവരുന്ന കാര്യങ്ങൾ, നമുക്ക് ഉപകാരമില്ലാത്ത കാര്യങ്ങൾ, അതുപോലെ അതുകൊണ്ട് നമുക്ക് യാതൊരു പ്രയോജനമില്ലാത്ത കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് തുടച്ചു മാറ്റി ക്ലീൻ ചെയ്ത് അതിന് ശേഷം അവിടെ പുതിയതായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരാൻ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ അവിടെയാണ് നമുക്ക് ഒരുപാട് വിജയം ഉണ്ടാകുന്നത്. പഴയ കാര്യങ്ങൾ നോക്കാതെ പുതിയ കാര്യത്തിന് വേണ്ടിയിട്ടും അതുപോലെ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടും ഇനിയുള്ള നമ്മുടെ ജീവിതവും സമയവും നമ്മൾ എടുക്കുന്നതാണ് നല്ലത് കേട്ടോ. അങ്ങനെ ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ വളരെ വിജയം ഉണ്ടാകും. ഇപ്പോൾ ഒരുപാട് കാശും പണവും സ്വത്തും അല്ല നമ്മൾ പറയുന്നത്, മനസ്സമാധാനവും സന്തോഷവും ഉൾക്കൊള്ളുന്ന വലിയൊരു സാമ്രാജ്യം തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ.